ഇന്ന് റണ്ണിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചെറിയൊരു പണി കിട്ടി. എപ്പോഴത്തെയും പോലെ തന്നെ രാവിലെ ഗ്രൗണ്ടിൽ പോയി റണ്ണിങ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ടൈമിൽ പെട്ടെന്ന് എൻ്റെ കാലൊന്നും മടങ്ങി. കാല് മടങ്ങിയെന്ന് കണ്ടതും ഞാൻ സ്പോട്ടിൽ റണ്ണിങ് സ്റ്റോപ്പ് ചെയ്യുകയാണ് ചെയ്തത്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് പല ആൾക്കാർക്കും ഇതേപോലെ റണ്ണിങ് ചെയ്യുമ്പോൾ കാല് മടങ്ങൽ ഉണ്ടാവാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം റണ്ണിങ് ഫസ്റ്റ് ടൈം സ്റ്റോപ്പ് ചെയ്യുക. കാരണം നമുക്ക് ആ ടൈമിൽ അറിയില്ല ഇത് വലിയ ഇഞ്ചുറി ആണോ ചെറിയ ഇഞ്ചുറി ആണോ എന്ന് അറിയില്ല. കാരണം നമ്മൾ അത്യാവശ്യം നല്ല ചാർജിൽ റണ്ണിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ റണ്ണിങ് സ്റ്റോപ്പ് ചെയ്യുക. ഷൂസ് അയക്കുക. ഷൂസ് അയച്ചിട്ട് ജസ്റ്റ് എങ്ങനെയാണ് കാലിൻ്റെ അവസ്ഥ എന്ന് നോക്കുക. ചിലപ്പോൾ ചെറിയൊരു പെയിൻ ഉണ്ടാവും, ചിലപ്പോൾ വലിയ പെയിൻ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഷൂസ് അയച്ച് വേഗം തന്നെ ആ ഒരു ഏരിയയിൽ ഐസ് വെക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഗ്രൗണ്ടിൽ തന്നെ ഷൂസ് അയച്ചു. വേഗം തന്നെ വീട്ടിലോട്ട് വന്നിട്ട് ഞാൻ ഐസ് വെക്കുകയാണ് ചെയ്തത്. അതിനുശേഷം കുറച്ച് സ്ട്രെച്ചിങ് എക്സസൈസും കൂടി ചെയ്തു. പല ആളുകൾക്കും റണ്ണിങ് ചെയ്യുമ്പോൾ ഇതുപോലെ മുട്ടുവേദന, അതുപോലെ തന്നെ കാല് മടങ്ങുക എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോൾ ഒരു റണ്ണിങ് സർഫസിന്റെ പ്രശ്നമായിരിക്കാം. അപ്പോൾ ഇതേപോലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് സ്പോട്ടിൽ റണ്ണിങ് സ്റ്റോപ്പ് ചെയ്തിട്ട് ആ ഒരു ഏരിയയിൽ ഐസ് വെക്കുക എന്നുള്ളതാണ്. അല്ലാണ്ട് ആ ഒരു വേദനയും വെച്ചിട്ട് റണ്ണിങ് കണ്ടിന്യൂ ചെയ്യരുത്. കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ആ ഇഞ്ചുറി വലുതാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എനിക്കിപ്പോൾ ചെറിയ ഒരു മൈൽഡ് ഇഞ്ചുറി ആയിരുന്നു വന്നത്. എനിക്കത് അപ്പം തന്നെ ശരിയായി. അതുകൊണ്ട് എനിക്ക് നാളെ ഓടാൻ പറ്റും. മേ ബി ഞാൻ ആ ഇഞ്ചുറി വെച്ചിട്ട് റണ്ണിങ് ചെയ്തതാണെങ്കിൽ എനിക്ക് പക്ഷേ ഒരാഴ്ച റെസ്റ്റ് എടുക്കേണ്ടി വന്നേനെ.